സ്വന്തമായിട്ട് ഭൂമി ഉള്ളവരാണോ നിങ്ങൾ? കിസാൻ സമ്മാന നിധി പദ്ധതിയിലെ 6000 രൂപ വർഷത്തിൽ ലഭിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അതായത് ഡിജിറ്റൽ റവന്യൂ കാർഡ് അഥവാ ഭൂമി കാർഡ്. നവംബർ 1 മുതൽ ഈ കാർഡ് നമുക്കെല്ലാവർക്കും സ്വന്തമായി ഭൂമിയുള്ള എല്ലാവർക്കും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നൽകാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് PM കിസാൻ സമ്മാന നിധി ഉപഭോക്താക്കളായ കർഷകർക്ക് ഈ കാർഡും കൊണ്ട് ഒട്ടനവധി ഉപകാരങ്ങൾ ഭാവിയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ കാർഡ് ആദ്യഘട്ടത്തിൽ നമ്മുടെ വില്ലേജ് തലത്തിൽ നിന്നാണ് ഇത് വിതരണം ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരും ദിവസങ്ങളിൽ വരുന്നതനുസരിച്ചിട്ട് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാർഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറേഞ്ച്മെൻറ്റും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ കാർഡ് ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂമി ഉള്ള ആളുകൾക്കാണ്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള വില്ലേജുകളിലേക്ക് അത് വ്യാപിപ്പിക്കും. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഈ കാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അതായത് ഈ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ATM കാർഡ് രൂപേണ 10 അക്ക ഡിജിറ്റ് വരുന്ന ഒരു കാർഡാണ്. അതായത് ചിപ്പ്, QR കോഡ് തുടങ്ങിയവയെല്ലാം ഇതിൽ ഇൻബിൽറ്റ് ചെയ്തിട്ടാണ് ഈ കാർഡ് വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയുടെ ഒരു ഭൂമി സംബന്ധമായ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് അതിൻ്റെ സർവേ നമ്പർ, തണ്ടപ്പേർ നമ്പർ, ഇത് ഏത് കാലയളവിലാണ് രജിസ്റ്റർ ചെയ്തത്, ഇത് എന്ന് തുടങ്ങി എല്ലാ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങളും അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതും എല്ലാം നമ്മൾക്ക് ഒറ്റ ക്ലിക്കിൽ അറിയാൻ സാധിക്കുന്നു എന്നതാണ് ഈ കാർഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഭാവിയിൽ ഈ കാർഡിലേക്ക് നമ്മുടെ റേഷൻ കാർഡ്, മറ്റുള്ള ഈ പറഞ്ഞ വണ്ടിയുടെ കാര്യങ്ങൾ, മറ്റുള്ള ബാക്കി കാര്യങ്ങൾ എല്ലാം ഇൻബിൽറ്റ് ചെയ്യാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു അപേക്ഷയും മറ്റും നമുക്ക് സമർപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ നമ്മുടെ വിവരങ്ങൾ തെറ്റാതെ തന്നെ ഈ കാർഡ് ഉപയോഗിച്ച് നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ കാർഡ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ PM കിസാൻ നമുക്ക് വർഷത്തിൽ കിട്ടുന്നത്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാരും കൂടെ ഇത് അംഗീകാരം കൊടുത്തത് കൊണ്ട് ഉടനെ തന്നെ സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കും. അപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ PM കിസാൻ പദ്ധതിയിൽ നിലവിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്കും എല്ലാം ഉപകാരം വരുന്ന ഒരു കാർഡായിരിക്കും ഇത്. നിലവിൽ വന്നാൽ നമുക്ക് ഇതിൻ്റെ ഗുണം ഉണ്ടാകുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാർഡ് കൊണ്ട് നമുക്ക് ഒട്ടനവധി ഇപ്പോൾ ഉള്ള പോരായ്മകൾ നമ്മുടെ ഈ റവന്യൂ സിസ്റ്റത്തിൽ നിന്ന് മാറ്റുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ വിവരം നിങ്ങൾ എല്ലാവരിലും ഒന്ന് എത്തിക്കുക. ഭൂമിയുള്ള എല്ലാ ആളുകളിലും ഇത് എത്തിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷൻ ഈ പറഞ്ഞ കാർഡ് നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ വീഡിയോയിൽ തന്നെ, നമ്മുടെ ചാനലിൽ തന്നെ ഞാനിത് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ കാർഡ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.